ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്ത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു വമ്പൻ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് കേട്ടാണ് ക്രിസ്മസ് ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തിന് വെയിറ്റ് ചെയ്യാൻ ആരാണ് നമുക്ക് നേരിട്ട് കാണാൻ. ബോറടി കൂടിയപ്പോൾ ഒരാൾ വെറൈറ്റി പോസൊക്കെ ഇട്ട് ചാടി വരാൻ തുടങ്ങി. കുറച്ചധികം നേരം ബോറടിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കല്ല് സോഡ കുടിച്ചിട്ട് അവിടെ നിൽക്കാമെന്ന്. അങ്ങനെ തൊട്ടപ്പുറത്തായതുകൊണ്ട് നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ പോയൊരു ഗ്രേപ്പ് സോഡ പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സാധനം മേടിച്ച് ഞാൻ നേരെ അമ്മുവിൻ്റെ അടുത്തോട്ട് നീങ്ങി. വലിയ വിശപ്പാവത്തോണ്ട് നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാണ് എടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കുടിച്ചിട്ട് നേരെ തിരിച്ച് ആശ്രമത്തോട്ട് പോയി. അങ്ങനെ വരാനുള്ള ഒരു പിന്നെ ലേറ്റായപ്പോൾ നമ്മൾ പിന്നെയും പോസ്റ്റ്. ഇതാണ് കണ്ടോ, ആശ്രമത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ്. ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പോസ്റ്റാക്കി നിൽക്കിയവർ വന്നു. കാറൊക്കെ എവിടെ പോയി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്നു വരുവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സോ പാർക്ക് ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അങ്ങനെ ചേട്ടൻ ഒരു വിക്ടറിയൊക്കെ കാണിച്ച് നമ്മൾ എത്തി എന്നൊക്കെ പറഞ്ഞ് വന്നു. അമ്മയ്ക്ക് ഫ്ലവർ ഷോ കാണാനാണ് ഇവരെല്ലാം കൂടി വന്നിരിക്കുന്നത്. ഞങ്ങൾ ചുമ്മാ വെറുതെ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ പുറത്തോട്ട് ഇറങ്ങിയത് ക്രിസ്മസ് ആയിട്ട്. അങ്ങനെ കാർണിവലിൽ പിന്നെ കയറാമെന്ന് കരുതി ഫ്ലവർ ഷോയുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. 50 രൂപയായിരുന്നു ടിക്കറ്റ്. 5 പേരുടെ ടിക്കറ്റും എടുത്ത് നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. നമ്മുടെ ടിക്കറ്റിൻ്റെ ബാക്കിൽ പേരും നമ്പരും എഴുതിയിട്ട് അവിടെ ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ഇടണം. എന്തോ ലക്കി ഡ്രോ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊരു കെണി ഒളിച്ചിരിപ്പുണ്ട്. നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും എടുത്തിട്ട് ബാക്കി പ്രൊമോഷൻ കോൾസ് വരാൻ ഇത് ഒരു കാരണമാണ്. സോ നമ്മളാരും ശ്രദ്ധിക്കാതെ ലക്കി ഡ്രോയ്ക്ക് എന്തെങ്കിലും പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളതൊന്നും കാര്യമാക്കാതെ എഴുതി അതിനകത്തിടും. എന്നാൽ നമ്മളത് ചെയ്യാതെ നമ്മൾ നേരെ പ്രദർശനത്തിലേക്ക് നടന്നു. അവിടെ വിവിധയിനം ചെടികളും നല്ല ഭംഗിയുള്ള പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലും റോസാ പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഈ സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓർക്കിഡ് സെക്ഷൻ. ഓർക്കിഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്ലവർ. അതൊക്കെ കഴിഞ്ഞ് അടുത്തതായി നമ്മൾ പോയത് ഒരു ജമന്തി സെക്ഷനിലോട്ടാണ്. അവിടെ ഓറഞ്ചും മഞ്ഞയും ചേർന്ന ജമന്തികൾ ഇങ്ങനെ കുറേ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലവർ ഫീൽഡിൽ പോയൊരു പ്രതീതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊട്ടുമിക്കതും എനിക്കിഷ്ടമായി. കണ്ടില്ലേ, ഈ കാണുന്ന ചെടി പല പല കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു. ചെടിയെന്ന് കേട്ടാൽ പിന്നെ അമ്മൂന് എന്തെന്നില്ലാത്ത ഭ്രാന്താണ്. അങ്ങനെ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല ചിരിച്ചോണ്ട് മുന്നിൽ നടപ്പുണ്ട്. അങ്ങനെ ചെടിയുടെ സ്ഥലം കഴിഞ്ഞു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആ പൈസയ്ക്കുള്ളത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ എല്ലായിടത്തും പോകുന്ന പോലുള്ള ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഫ്രണ്ടിൽ ഒരു കാറിന് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി അങ്ങോട്ട് ചെടിയുടെ വിത്തുകളും കത്തി, പേന, ടോയ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ പലതരത്തിലുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ് അതിൻ്റെയൊക്കെ വിത്തുകൾ കിട്ടുമായിരുന്നു. ഞങ്ങളതെല്ലാം നോക്കി നടന്നു. പിന്നെ വളക്കടകൾ, അല്ലാണ്ട് ഒരുപാട് ഷോപ്സുകൾ, കുറേ കിച്ചൺ ഐറ്റംസ് ഉള്ള ഷോപ്സുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം നോക്കി. ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം നല്ലോണം നോക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഫുഡിൻ്റെ സെക്ഷനായിരുന്നു. അധികം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം 1, 2, 3 കടകൾ അവിടെ ഉണ്ടായിരുന്നു. ഫുഡൊന്നും അവിടുന്ന് കഴിക്കാൻ നിന്നില്ല. അവിടെ നിന്നൊരു കപ്പലണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് 2 പൊതി കപ്പലണ്ടി വാങ്ങി. അങ്ങനെ അവിടുന്ന് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെടി വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ഗ്രോ ബാഗിൽ വെച്ചിട്ട് വിവിധ ഇനം ചെടികൾ ഇങ്ങനെ വിൽക്കാനായിട്ട് അവർ പ്രൈസ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രൈസ് നമുക്ക് കുറച്ച് അധികമായി തോന്നിയത് കൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല. എല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. ഫ്ലവർ ഷോയ്ക്ക് വെച്ചിരുന്നേക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ള ചെടികളും അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇഷ്ടംപോലെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഫ്ലവർ ഷോ കണ്ട് തീർന്നിരിക്കുകയാണ്. ചെടിയുടെ വിലയൊക്കെ കണ്ട് അമ്മയുടെ കണ്ണ് തള്ളിയോണ്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഫ്ലവർ ഷോ കണ്ടു തീർന്ന് നമ്മളത് അടുത്ത കൊല്ലം കാർണിവലിലേക്ക് കയറാൻ പോവുകയാണ്. ഇതെല്ലാം ഒറ്റ കുടക്കീഴിലാക്കാഞ്ഞത് നമ്മളുടെ കയ്യിൽ എങ്ങനെ പൈസ പിഴിയാന്നുള്ള വ്യക്തമായി പഠിച്ച് ധാരണയിലാണ് അവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോന്നിനും ഓരോ കൗണ്ടറാണ്. അങ്ങനെ നേരെ ചെന്ന് കൊല്ലം കാർണിവലിൻ്റെ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയെങ്കിലും അതിനകത്ത് അതിനുള്ളത് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ ടിക്കറ്റും കൊടുത്ത് അകത്തോട്ട് കയറിയപ്പോൾ നല്ല തണുത്ത കാറ്റടിച്ചു. കയറി ചെന്നതും നമ്മൾ അത്ഭുതപ്പെട്ട് നിന്നു. നല്ല കിടിലമായിരുന്നു ഇതെല്ലാം കാണാൻ. പക്ക 3D ഇമേജസ് പോലെ എല്ലാം നല്ല നമ്മുടെ കൺമുന്നിൽ റിയൽ ആയിട്ടിരിക്കുന്ന പോലെയായിരുന്നു എല്ലാം ചെയ്തു വെച്ചിരുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സെക്ഷൻ. കാരണം അത്ര നല്ല രീതിയിലാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണെങ്കിൽ കൊടുത്ത കാശ് മുതലാവുമല്ലോ എന്ന് സന്തോഷിച്ചാണ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയത്. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പുറത്തിറങ്ങിയതും വീണ്ടും സാധാരണ കാണുന്ന കണക്ക് കുറേ സ്റ്റാളുകൾ. ക്രിസ്മസ് ആയിരുന്നിട്ടും അധികം തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലാവരും വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയമായിരിക്കാം. പക്ഷേ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ തികച്ചും അസംതൃപ്തനായിരുന്നു. കാരണം ഇത്ര പൈസ മേടിച്ചിട്ട് ആ ഒരു സെക്ഷൻ മാത്രമേ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സാധാരണ ഏതൊരു ഫെസ്റ്റിന് പോകുന്ന കണക്ക്
നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വീണ്ടും അതിനകത്ത് കയറി കാശ് കൊടുത്ത് സാധനം മേടിക്കേണ്ട അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു ഫുഡ് സെക്ഷൻ, ചെറു കടികൾ മാത്രമായിരുന്നു തോന്നുന്നു. പിന്നെ പോപ്കോൺ, കരിമ്പിൻ ജ്യൂസ്, ഐസ്ക്രീം, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അതിൻ്റെ ഒരു സൈഡ് ഫുൾ വേക്കൻ്റ് ആയിരുന്നു. അങ്ങനെ നേരെ ഒരു കുതിര ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയുടെ സൈഡിൽ ഒരാളുണ്ടായിരുന്നു. ആദ്യം ഞാൻ കണ്ടില്ല, പിന്നീട് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് അതെന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. ദാ കിടക്കുന്നു ഒരു ഒട്ടകം. അങ്ങനെ അവിടെ മുന്നിലുള്ള സ്റ്റേജിൽ എന്തോ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് ഡാൻസിങ് ക്രിസ്മസ് ട്രീ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഷോർട്ട് ടൈമും ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ ഏകദേശം സമയം കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് ആരും കാണാത്തൊരു മൂലയ്ക്ക് നല്ലൊരു പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് സ്റ്റേജിലെ കുറച്ച് പെർഫോമൻസും ഡാൻസും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കൊല്ലം കാറിൽ കയറി പൈസ എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ്. കാര്യം അതിനകത്ത് ഒരു വാങ്ങിക്കൊള്ളുന്ന സാധനമില്ല. ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒരു കാര്യമില്ലതാണ് 100 രൂപ വാങ്ങിക്കുന്നത്. നോട്ട് റെക്കമെൻഡഡ്. അങ്ങനെ രാത്രി ഫുഡ് അടിക്കാമെന്ന് കരുതി നമ്മൾ നേരെ ബീച്ച് റോഡുള്ള പുതിയ സുപ്രീമിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ചിന്നക്കട റൗണ്ട് ഔട്ടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട്. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത പണി കിട്ടിയത്. തിരക്ക് കാരണം റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ സുപ്രീമിൻ്റെ തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സുപ്രീമിൻ്റെ വക സൗത്ത് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ്. മെനു കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് തോന്നിയത്. എന്നാൽ വിവിധ ഇനം മത്സ്യ വെറൈറ്റികൾ നമ്മൾ പറയുന്ന രീതിയിൽ അവർ കുക്ക് ചെയ്തു തരും. അങ്ങനെ സീ ഫുഡ് എന്തെങ്കിലും പറയണല്ലോ എന്ന് വെച്ച് നമ്മളൊരു വലിയൊരു ചെമ്പല്ലി എടുത്തു. ഗ്രിൽ ചെയ്യാൻ പറഞ്ഞു. ദാ അതിൻ്റെ മസാല തേക്കുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ കനലിലോട്ട് വെച്ചു. കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ഇടാൻ പറഞ്ഞു. ഞാനല്ല, മെയിൻ ഷെഫ്. അങ്ങനെ അതെല്ലാം സെറ്റ് ആയതാ നേരെ മെഷയിലോട്ട് വന്നു. അങ്ങനെ ബാക്കി ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം ഓരോന്നായി വന്നു. പക്ഷേ സുപ്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഐസ് നല്ല തേപ്പ് കിട്ടി. ക്രിസ്മസ് ആയി പോയി. നമുക്കിന്ന് പോയ സ്ഥലങ്ങളൊന്നും ശരിയായില്ല. ഫെസ്റ്റിന് പോയി രണ്ടിടത്തും ലൈക്ക് ഇറ്റ് വാസ് നോട്ട് വർത്ത് മണി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നമ്മൾ സുപ്രീമിലെത്തി. അവിടെ വന്നപ്പോഴത്തേക്ക് മെയിൻ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിട്ട് സൈഡിൽ അവരുടെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി കഴിച്ചു. ബട്ട് ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക് സുപ്രീം യൂസ് ടു ബി. സോ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. സോ മെരി ക്രിസ്മസ്.